ഹായ് ഹലോ നമസ്കാരം. എൻ്റെ പേര് ഹർഷ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ലൈഫ് സ്റ്റൈൽ ബീറ്റ്സ് വിത്ത് ഹർഷ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് റിവ്യൂ കം ഡെമോ വീഡിയോ ആണ്. റിവ്യൂ ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് ഇതാണ് ഇൻസ്റ്റൈലർ എന്ന് പറഞ്ഞുള്ള പ്രോഡക്റ്റാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ പ്രോഡക്റ്റ് എനിക്ക് തോന്നുന്നു ഞാനൊരു 7th 8th പഠിക്കുമ്പോൾ തുടങ്ങിയുള്ള ആഗ്രഹമാണ് എനിക്ക് ഈ സംഭവം എനിക്ക് വേണമെന്നുള്ളത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ടെലിഷോപ്പിംഗ് എന്നും പറഞ്ഞിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നല്ലോ, ആ സംഭവത്തിൽ ഇത് വരുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ മുടി ഇങ്ങനെ ഇത്രയും നല്ല കേളി ഫ്രിസി ആയിട്ടുള്ള ഇരിക്കുന്ന ആൾക്കാരുടെ മുടി വരെ ഇങ്ങനെ നല്ല സോഫ്റ്റ് ആൻഡ് സ്ട്രേറ്റ് ആയിട്ട് വരുന്നു. അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു അതിശയമായിരുന്നു. അപ്പം എൻ്റെ മുടിയും കുറച്ചൊരു ഫ്രിസി സൈഡിലുള്ളൊരു ഹെയർ ടൈപ്പായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് എനിക്കും അങ്ങനത്തെ ഒരു സംഭവമൊക്കെ കിട്ടിയായിരുന്നെങ്കിൽ എന്തും നന്നായിരുന്നു എന്നൊക്കെ ഞാൻ ആ സമയത്തൊക്കെ ആഗ്രഹിക്കുമായിരുന്നു. പക്ഷേ ആ സമയത്തൊക്കെ പിന്നെ നമ്മൾ കുഞ്ഞാണ്, നമ്മളതൊന്നും വാങ്ങിക്കാൻ നമ്മൾ യൂസ് ചെയ്യാനൊന്നും പാടില്ല. പിന്നെ ഇപ്പോഴാണ് ഈ സംഭവം വാങ്ങിക്കാനും യൂസ് ചെയ്യാനും ആയിട്ടുള്ള ടൈം വന്നത്. പക്ഷേ കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മുടി ഇപ്പം അത്യാവശ്യം നല്ല ഇങ്ങനെ സോഫ്റ്റും ഒക്കെ ആയിട്ടുണ്ട്. അത് കുറേ ഹെയർ പാക്കും ഹെയർ മാസ്കും എന്നുള്ള DIYസും ഒക്കെ ചെയ്താണ് ഇപ്പം അത്യാവശ്യം മുടിയൊന്ന് മാനേജബിൾ ആയേക്കുന്നത്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഇൻസ്റ്റൈലർ എന്ന് പറയുന്ന സംഭവം ഇങ്ങനത്തെ ഒരു കാർഡ്ബോർഡ് ബോക്സിലാണ് വരുന്നത്. ഇവിടെ തന്നെ ഇംഗ്ലീഷിലാണ് പേര് ഇതിൻ്റെ എഴുതിയിരിക്കുന്നത്, ഇൻസ്റ്റൈലർ. അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്തൊക്കെയോ ലാംഗ്വേജിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. സൈഡിലും എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിലും ഇതിൻ്റെ ഒരു പടം ഇങ്ങനെ തന്നിട്ടുണ്ട്, എങ്ങനെയാണ് സംഭവം എന്നുള്ളത്. എന്നിട്ട് ഇവിടെ ഫുൾ ഏത് ലാംഗ്വേജ് ആണെന്നൊന്നും നമുക്ക് ആർക്കും മനസ്സിലാവില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പാക്കിങ് വരുന്നത്. പിന്നെ ഇവിടെ ഇതിൻ്റെ ഇങ്ങനെ റേറ്റും കാര്യങ്ങളും ഒക്കെ ബാർകോഡും ഒക്കെ ഉള്ളതാണ്. ഞാൻ ഈ പ്രോഡക്റ്റ് ഓർഡർ ചെയ്തേക്കുന്നത് ആമസോണിൽ നിന്നാണ്. ആമസോണിൽ ഇതിൻ്റെ പ്രോഡക്റ്റ് 2000 സംതിങ്ങിനാണ്. അപ്പോൾ എനിക്കിത് 1299 എനിക്കിത് കിട്ടിയേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വീഡിയോ കണ്ട് കഴിഞ്ഞിട്ട് ഈ പ്രോഡക്റ്റ് വാങ്ങണം എന്ന് തോന്നുകയാണെങ്കിൽ ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ഞാനിത് തുറന്ന് നോക്കി 1-2 തവണ യൂസൊക്കെ ചെയ്തതാണ് കേട്ടോ. ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനൊരു കവറിലാണിത് വരുന്നത്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാണ് ആക്ച്വൽ സംഭവം. പുറത്തെടുക്കുമ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ കാർഡ്ബോർഡ്, ഇങ്ങനെ നമ്മുടെ എഗ് ട്രേ ഒക്കെ വരുന്ന പോലത്തെ ഒരു സംഭവം. അപ്പം ഇതിപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഒരു മാനുവൽ കിട്ടും. ഈ മാനുവലിൻ്റെ കൂടെ തന്നെ നമുക്കൊരു കോമ്പും കിട്ടും. കോമ്പ് ഇങ്ങനെ നല്ല അകൽച്ചയുള്ള ടൈപ്പ് കോമ്പാണ്. ടാങ്കിൾ ഫ്രീ, നമുക്ക് മുടിയൊക്കെ ടാങ്കിൾ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് ഈ കോമ്പ് നല്ലതാണ്. പിന്നെ ഈ മാനുവലിൻ്റെ ഉള്ളിൽ നമുക്ക് ഡിഫറെൻറ്റ് ഹെയർ സ്റ്റൈൽസ് അല്ല, എങ്ങനെയൊക്കെ നമുക്ക് ഫ്ലിപ്പ് ഔട്ട് ചെയ്യാം, ഫ്ലിപ്പ് ഇൻ ചെയ്യാം, ദെൻ സ്ട്രെയിറ്റൻ ചെയ്യാം, സോഫ്റ്റ് കേൾസ് എങ്ങനെ നമുക്ക് ആക്കാം എന്നൊക്കെയാണ് ഇതിൽ കൊടുത്തേക്കുന്ന സംഭവം. ഇതൊക്കെ ഇംഗ്ലീഷിലാണ്, നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമുക്കിത് ആ പ്രോഡക്റ്റ് നോക്കാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. ഇങ്ങനെയാണ് സംഭവം. ഇവിടെ നമുക്കിത് ഇങ്ങനെ ബ്രഷ് ഉണ്ട്, ഇത് റൊട്ടേറ്റിംഗ് ബാരലാണ്. ഇവിടെ ഇങ്ങനെ പവർ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഓൺ ചെയ്യാം. ഇതിപ്പം ഹൈ ഹീറ്റിലാണ്. ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് മീഡിയം ഹീറ്റിൽ വരും. ഒന്നും കൂടി പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ലോ ഹീറ്റിൽ വരും. അപ്പോൾ നമ്മുടെ ഹെയർ എങ്ങനത്തെ ആണോ എന്ന് വെച്ചാൽ ആ ഒരു സ്പീഡിൽ നിങ്ങൾ ഇത് സെറ്റ് ചെയ്യുക, എന്നിട്ട് ഇത് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിത് യൂസ് ചെയ്ത് നോക്കാം. എപ്പോഴും ചെറിയ സെക്ഷൻ മുടി എടുത്തിട്ട് വേണം എന്തും ചെയ്യാനായിട്ട്. അതാണ് കുറച്ചും കൂടി ഭംഗി വരിക.
തന്നെ ഈ സംഭവം വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്യാമെന്ന് കണ്ടു. ഇനി നമുക്കിത് വെച്ചിട്ട് തന്നെ കേള് ചെയ്യാം. എൻ്റെ മുടി കുറച്ച് തിക്കായത് കാരണം സോഫ്റ്റ് കേൾസ് വരാൻ കുറച്ച് പാടാണ്. അപ്പം ഞാനിതിൽ നല്ലതായിട്ട് ടൈറ്റായിട്ടുള്ള കേൾസാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ടൈറ്റായിട്ടുള്ള കേൾസ് ഇത് വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. പ്രോഡക്റ്റ് വെച്ചിട്ട് കേൾ ചെയ്ത് നോക്കി, സ്ട്രെയിറ്റ് ചെയ്ത് നോക്കി. കേൾസിൻ്റെ കാര്യത്തിൽ ഞാൻ 100% ഹാപ്പിയാണ്. കാരണം നല്ല രസമായിട്ട് കേൾസ് വന്നു. പക്ഷേ സ്ട്രെയിറ്റനിങ്ങിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ശരിക്കും സ്ട്രെയിറ്റൻ ഇത് വെച്ചിട്ട് ചെയ്തിട്ടില്ല, ഞാൻ കേൾസേ ചെയ്തിട്ടുള്ളൂ. അതും ഒറ്റത്തവണ മാത്രം. ഇത് വന്നു കഴിഞ്ഞ് ഞാൻ ഒരു തവണ മാത്രമേ ഇത് യൂസ് ചെയ്തിട്ടുള്ളൂ. അത് കേൾ ചെയ്യാൻ വേണ്ടി മാത്രമായിരുന്നു. സ്ട്രെയിറ്റ് ഞാൻ ചെയ്തിട്ടില്ല. സ്ട്രെയിറ്റ് ഞാൻ നമ്മുടെ നോർമൽ ഫ്ലാറ്റ് ആൻഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ഇന്നാണ് ഇപ്പോൾ ഇതിൻ്റെ ടി വിയിൽ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ ഭയങ്കര ഫ്രിസി ആയിട്ടുള്ള ഹെയർ പോലും സ്ട്രെയിറ്റ് ആക്കും. പക്ഷെ ആക്കില്ല, സ്ട്രെയിറ്റ് ആക്കില്ല. മേ ബി എൻ്റെ ഹെയർ തിക്കായത് കൊണ്ടായിരിക്കാം. പക്ഷേ കുറച്ചും കൂടി ഒരു തിൻ ഹെയറുള്ള ആൾക്കാർക്ക് മേ ബി ഇത് സൂട്ടബിൾ ആയിരിക്കും. പക്ഷേ എനിക്ക് സ്ട്രെയിറ്റനിങ്ങിന് വേണ്ടിയിട്ട് എനിക്ക് സൂട്ടബിൾ ആയില്ല. ഈ പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങണോ വേണ്ടയോ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും നോ. കാരണം ഇവർ ക്ലെയിം ചെയ്യുന്നുണ്ട് 2-in-1 പർപ്പസ് ആണെന്ന്. പക്ഷേ എനിക്ക് ജസ്റ്റ് ഇത് കേളിങ്ങിന് മാത്രമേ യൂസ്ഫുൾ ആയുള്ളൂ. സ്ട്രെയിറ്റനിങ്ങിന് എനിക്ക് തീരെ പറ്റിയില്ല. കേളിങ് നോ ഡൗട്ട് നല്ല രീതിയിൽ തന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ നല്ല സ്പ്രിങ് പോലെയൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സ്ട്രെയിറ്റനിങ് അത്ര ഇത് വെച്ചിട്ട് പറ്റിയില്ല. അപ്പം നിങ്ങൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണ്ട എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടു, എൻ്റെ കേളിങ്ങിൻ്റെ എഫക്റ്റും കണ്ടു, സ്ട്രെയിറ്റനിങ്ങിൻ്റെ എഫക്റ്റും കണ്ടു. അപ്പം ഞാൻ ആർക്കെങ്കിലും ഈ പ്രോഡക്റ്റ് റെക്കമെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും ചെയ്യില്ല. കാരണം ഞാൻ പറയും നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചോളൂ, അതായിരിക്കും നല്ലത്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ സൈഡിൽ തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കാരണം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. നോട്ടിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഏറ്റവും ആദ്യമേ കാണാൻ പറ്റുള്ളൂ. എൻ്റെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫാമിലിയിലും ഫ്രണ്ട്സും റിലേറ്റീവ്സും ആയിട്ടൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിന്തനമണികളായിട്ടിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.